ഇസ്ലാം സ്ത്രീകൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കൽ അവളുടെ മതപരമായ അവകാശമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. എന്നാൽ ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് ആ സ്ഥാപനത്തിൻ്റെ അച്ചടക്കവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ നിയമങ്ങളും ചിട്ടകളും മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണത്തിനു എതിരാണെങ്കിൽ ആ സ്ഥാപനത്തിൽ അവൾ ചേരാതിരിക്കുക, പഠിക്കാതിരിക്കുക എന്നതാണ് ശരി. അത്തരം സ്ഥാപനങ്ങളിൽ ചേർന്ന ശേഷം തൻ്റെ രീതി ആ സ്ഥാപനങ്ങളെക്കൊണ്ട് അംഗീകരിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് അന്യായമാണ്. പ്രത്യേകിച്ചും ഇതര മതസ്ഥർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങൾ മതവിദ്വേഷവും വെറുപ്പും പ്രചരിക്കാൻ കാരണമാകും. ഒരു വീട് കത്തിക്കാൻ ഒരു തീപ്പെട്ടിക്കൊള്ളി മതി. എന്നാൽ ഒരു വീട് പണിയാൻ 1000 തീപ്പെട്ടിക്കൊള്ളികൾ കൊണ്ടാവില്ല. ഒരു സ്ഥാപനവും അവരുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാകാത്ത വസ്ത്രധാരണയെ എതിർക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യൽ അനീതിയും അക്രമവുമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ് ആ വിഭാഗത്തോട് അനീതി കാണിക്കാൻ പ്രേരണയാകരുത്. ഒരു കൊട്ടാരം ചാമ്പലാക്കാൻ ഒരു പൊരി തീ മതി. കത്തിയമർന്നവ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഒരിക്കലും സാധ്യമാകില്ല. പരസ്പരം ഉൾക്കൊള്ളുന്നതിലാണ് ശാന്തിയും സമാധാനവും ഭംഗിയും നിലകൊള്ളുന്നത്, പരസ്പരം ലയിക്കുന്നതിലല്ല. ഹലുവയുടെ ഭംഗി അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും തെളിഞ്ഞു നിൽക്കുമ്പോഴാണ്, അതിൽ അലിഞ്ഞു ചേരുമ്പോഴല്ല.